ഹായ്. ഇപ്പോൾ ഞങ്ങളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അട്ടപ്പാടി കോട്ടത്തറ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയും ബാക്കിയുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സജില മെറ്റേണിറ്റി ലീവൊക്കെ കഴിഞ്ഞിട്ട് ഒരു ലോങ് ആയിട്ട് അളക്കാൻ പോകുന്നത് ഇവിടെ ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഓഫീസിൻ്റെ അവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ തെങ്കര, ചിറപ്പാടം, ആനമൂളി ആ വഴിയാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ സജിലാനെ ഏകദേശം കണ്ണനിങ്ങനെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ തിരിച്ചും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രസമാണ് ഞങ്ങളുടെ ഈ ഒരു പോക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രോളി ഒരു രസമായി പോകും. ഞങ്ങൾക്കൊരു ഒഫീഷ്യൽ ഫീൽ ഒരിക്കലും ഉണ്ടാവാറില്ല. ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ചാണ് പോവാറ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഏകദേശം സ്കൂള് വരെ വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ റോഡ് ഭയങ്കര മോശമാണ്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഏകദേശം അവിടെ പ്രതിഷേധക്കാരൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ പ്രതിഷേധ പ്രകടനം നടത്തി വാഴയൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കണ്ണട അടിച്ചു മാറ്റി സജില വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. അത് വെച്ച് നോക്കണേനെ തന്നെ കണ്ണൻ മാക്സിമം അവളെ ട്രോളുന്നുണ്ട്. പിന്നെ അവളായത് കാരണം കൊണ്ട് കുഴപ്പമില്ല. എല്ലാം തിരിച്ചതേപടി നമ്മൾ ഒരു ചുമരിലേക്ക് പന്തെറിഞ്ഞ എങ്ങനെയാണോ അതേപോലെ തിരിച്ചു വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം പോയി ചുരം കയറാൻ തുടങ്ങുകയാണ് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ സൈഡിലൊക്കെ നമ്മൾ മരങ്ങളൊക്കെ നിന്നിരുന്നൊക്കെ ഏകദേശം വെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോട്ടിലേക്ക് വല്ലാതെ അപകട സാധ്യതയല്ല. എന്നാൽ തന്നെ കഴിഞ്ഞ മഴയത്തൊക്കെ മരമൊക്കെ വീണിട്ട് കുറേ വണ്ടികളൊക്കെ പോവാതെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴ സമയത്തൊക്കെ അങ്ങോട്ടേക്ക് വണ്ടികളൊക്കെ കയറ്റി വിടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു കാലാവസ്ഥയാണ്. എൻ്റെ ഇടയിൽ മിന്നുവിന് കണ്ണട വേണം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് വിട്ട് തരില്ല എന്നുള്ള ഒരു വിചാരത്തിൽ മുതലാളി എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്യണം ഫോട്ടോയിൽ എന്നുള്ള ലെവലിലാണ്. പക്ഷെ മക്കൾ ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ്. ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. മറ്റാൾ ഓൺലി ഡ്രൈവിംഗ് കോൺസെൻട്രേഷനിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയി പാട്ടൊക്കെ വെച്ച് സെറ്റായിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ ഇടയിൽ കണ്ണട വയ്ക്കുമ്പോഴത്തെ ഉള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് സജില ട്രോളുന്നുണ്ട്. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് തന്നെ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഏകദേശം തണുപ്പും എന്നാൽ അങ്ങനെ വല്ലാതെ കോടിറങ്ങുന്ന സമയമൊന്നും അല്ലായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ മഴ പെയ്തിട്ട് ഏകദേശം ഇങ്ങനെ വെള്ളമൊക്കെ ഇതായി നിൽക്കുന്നുണ്ടായിരുന്നു. മിന്നുവിന് ഇഷ്ടമാണ് അങ്ങനത്തെയൊക്കെ കാഴ്ചകൾ കാണുന്നത്. മിന്നുവിന് ഇഷ്ടമാണ്. അപ്പോൾ അവളും ഹാപ്പിയായി. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ. നമ്മൾ ഈ 10-ാം വളവിൻ്റെ ഏകദേശം അവിടെയൊക്കെ എത്താറാകുമ്പോഴേക്കും പോകുന്ന വഴിക്ക് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ അട്ടപ്പാടി പോകുന്ന വഴിക്ക് 2 സൈഡിലുമായിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിയ ഒരു പെയിൻറ്റിങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അട്ടപ്പാടിയുടെ ഒരു മനോഹാരിത എടുത്തു കാട്ടുന്ന ഒരു ഇതും കൂടിയാണ്. നമുക്കിവിടേക്ക് കയറുമ്പോൾ രാവിലെ നേരത്തെ കാണിച്ചാൽ നല്ലൊരു കോടയൊക്കെ ആയിട്ട് നല്ലൊരു ഫീലിൽ പോകാൻ പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഏകദേശം അവിടെ ചെന്ന് അളക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതിൻ്റെ നീളം വീതി സ്കെച്ചില്ല എന്നുണ്ടെങ്കിൽ സൈറ്റിൻ്റെ ഫുൾ അളവ് എടുത്തിട്ടേ പോരാൻ പറ്റുള്ളൂ എന്നുള്ള ഇതിൽ പറയുന്നുണ്ട്. മിന്നു അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവൾ ബുക്കൊക്കെ എടുത്തിട്ടാണ് വന്നത്. പോകുന്ന വഴിക്ക് ചിത്രം വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. സജിലാക്കാന്ന് വെച്ചാൽ ഓവർ സ്ട്രെയിൻ ചെയ്യാനൊന്നും ആയിട്ടില്ല. ഏകദേശം ഒരു 60 ഡേയ്സൊക്കെ ആയിട്ടേ ഉള്ളൂ. പോകുന്ന 10-ാം വളവിലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കണ്ടോ. ഈ ഒരു പെയിൻറ്റിങ്ങൊക്കെ അവിടെ ഉണ്ട്. നല്ല വൃത്തിയായിട്ടോ. നല്ല ആൾക്കാരും ഉണ്ട് അവിടെ നിന്നിട്ട് വ്യൂ കാണാൻ വേണ്ടിയിട്ടും. സാധാരണ അവിടെ പോകുന്ന വഴിക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇന്ന് എന്തോ ദേശീയ പണിമുടക്ക് ആയത് കാരണം കൊണ്ടാണ് തോന്നുന്നു അവിടെ ഒന്നും കാണാനില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയുടെ അടുത്തിട്ട് 1 മണിയാവാറാകുമ്പോഴാണ് അവിടെ എത്തിയത്. പോകുന്ന വഴിക്ക് ഒരു ബാംബു ഹോട്ടൽ കണ്ടു. ഞങ്ങളവിടെ കയറി.
ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് കടകളൊന്നും ഉണ്ടാവില്ലല്ലോ, അത് മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പം ഞാൻ കപ്പ കഴിച്ചു. നേരെ അവിടെ എത്തി. പ്ലോട്ട് ഏകദേശം ഒരു വലിയ പ്ലോട്ടാണ്. എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അളക്കാൻ അത്യാവശ്യമുണ്ട്, വെയിലും ഉണ്ട് അത്യാവശ്യം. എന്തായാലും ഞങ്ങൾ അതൊക്കെ മെഷർ ചെയ്തു. കുറേ അതിൻ്റെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെയൊക്കെ ഏരിയാസൊക്കെ എടുത്തു. തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ കുറേ സമരക്കാർ നിന്നുകൊണ്ട് ആ റോഡിനെതിരെയായിട്ട് നല്ല രീതിയിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ 1-2 കഴിഞ്ഞ പ്രതിഷേധക്കാരൻ്റെ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരെ പറയാനും പറ്റില്ല, അത്രയും മോശമായിട്ടുള്ള ഒരവസ്ഥയാണ്. ആ റോട്ടിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ വണ്ടിയും കൊണ്ട് ഓക്കെ, അതല്ലാതെ 2 വീലേഴ്സൊക്കെ പോകുമ്പോൾ കുറേ പേർക്ക് അവിടെ അപകടം സംഭവിക്കുന്നുണ്ട്. കുഴികളിൽ വെള്ളം നിൽക്കുന്നത് കാരണം കുഴികൾ കാണാതെ മഴയും കൂടിയും പെയ്തു കഴിഞ്ഞാൽ ഒട്ടും പോകാൻ പറ്റില്ല. കാൽനട യാത്രക്കാർക്ക് ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ അവിടെ കുറേ പ്രതിഷേധം ചെയ്യുന്ന ആൾക്കാർ അവിടെ വാഴയും ചേമ്പും കപ്ലങ്ങ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുമ്പോഴാണ് അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങളും വിചാരിച്ചു, കാരണം അട്ടപ്പാടിക്ക് പോക്ക് ഒരു ദുസ്സഹമായൊരവസ്ഥയാണ്. ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങളും അതിനെക്കുറിച്ച് സംസാരിച്ചു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.